നമസ്കാരം. STV ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. 24 ലക്ഷത്തോളം വിദ്യാർത്ഥികളുടെ ഭാവി തുലാസിലാക്കുന്ന തട്ടിപ്പാണ് നീറ്റ് നെറ്റ് പരീക്ഷകളിൽ നടന്നതെന്ന് ഡിവൈഎഫ്ഐ സംസ്ഥാന പ്രസിഡന്റ് വി വസീഫ്. പരീക്ഷാ ക്രമക്കേട് അന്വേഷിക്കണമെന്നും കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ട് പാലക്കാട് ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് ഡിവൈഎഫ്ഐ മാർച്ച്. കേന്ദ്ര സർക്കാരിന്റെ അധികാരധാർഷ്ട്യത്തെ ചോദ്യം ചെയ്യാനുള്ള കരുത്ത് ഇന്ന് രാജ്യത്തെ പ്രതിപക്ഷത്തിനുണ്ടെന്നും വി വസീഫ്. നിലപാട് വ്യക്തമാക്കി എ.വി. ഗോപിനാഥ്. പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ LDF സ്ഥാനാർത്ഥിയായി മത്സരിക്കാനില്ല. കോൺഗ്രസുമായുള്ള എല്ലാ ബന്ധവും ഉപേക്ഷിച്ചതുകൊണ്ടാണ് താൻ സ്ഥാനാർത്ഥിയാകുമെന്ന പ്രചരണം വ്യാപകമാകുന്നതെന്നും ഈ പ്രചരണം അടിസ്ഥാനരഹിതമെന്നും എ.വി. ഗോപിനാഥ്. മലബാറിലെ യാത്രാ ദുരിതത്തിന് പരിഹാരമായി കണ്ണൂർ-ഷൊർണൂർ റൂട്ടിൽ റെയിൽവേ അനുവദിച്ച പുതിയ പാസഞ്ചർ ട്രെയിൻ സർവീസ് തുടങ്ങി. ട്രെയിൻ അനുവദിച്ച കേന്ദ്ര സർക്കാരിന് അഭിവാദ്യമർപ്പിച്ച് BJP. ഷൊർണൂർ ജംഗ്ഷനിൽ ട്രെയിനിന് BJP മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്വീകരണം. 12 കോച്ചുകളുള്ള അൺറിസർവ്ഡ് പാസഞ്ചർ എക്സ്പ്രസ് ആദ്യഘട്ടത്തിൽ സർവീസ് നടത്തുക. ആഴ്ചയിൽ 4 ദിവസം. പെൻഷൻ തുകയും ചികിത്സാ സഹായവും വർദ്ധിപ്പിക്കണമെന്നതുൾപ്പെടെ 12 ആവശ്യങ്ങൾ ഉന്നയിച്ച ജില്ലാ കേന്ദ്രങ്ങളിൽ ഫോട്ടോഗ്രാഫർമാരുടെ പ്രതിഷേധം. പാലക്കാട്, തൃശൂർ ജില്ലാ ക്ഷേമനിധി ഓഫീസുകളിലേക്ക് മാർച്ചും ധർണയും. സമരം ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ നേതൃത്വത്തിൽ. ഫോട്ടോഗ്രാഫി മേഖലയുടെ സംരക്ഷണത്തിനായി സർക്കാർ ഒരു നടപടിയും സ്വീകരിക്കുന്നില്ലെന്ന് AKPA സംസ്ഥാന വൈസ് പ്രസിഡന്റ് മുദ്ര ഗോപി. ഭരണാധികാരികൾ പ്രജാപതികളാകുന്ന കാലത്ത് OV വിജയന്റെ രാഷ്ട്രീയ സാംസ്കാരിക ദർശനങ്ങൾ പുനർവായനയ്ക്കും ചർച്ചയ്ക്കും വിധേയമാക്കണമെന്ന് നോവലിസ്റ്റ് ബെന്യാമിൻ. വിജയൻ മലയാള സാഹിത്യത്തിലെ ഇതിഹാസ ചക്രവർത്തിയെന്നും ബെന്യാമിൻ. തസ്രാക്കിൽ OV വിജയൻ ജന്മദിനാഘോഷം. 95ാം ജന്മദിനാഘോഷം OV വിജയൻ സ്മാരക സമിതിയുടെ നേതൃത്വത്തിൽ. മാലിന്യ നിർമ്മാർജ്ജനത്തിൽ പുത്തൻ കാൽവെപ്പുമായി പട്ടാമ്പി നഗരസഭ ഹരിത കർമ്മസേന. ഹരിത കർമ്മസേനയുടെ ഉൽപ്പന്നമായ നിള ജൈവവളം പുറത്തിറക്കി. വളമാക്കി വിപണിയിലെത്തിക്കുന്നത് കർമ്മസേന വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്ന് ശേഖരിക്കുന്ന മാലിന്യം. ഗുരുവായൂർ ദേവസ്വത്തിന്റെ ആനകൾക്ക് ഇനി സുഖചികിത്സാ കാലം. 26 ആനകൾക്ക് ചികിത്സ ആരംഭിച്ചു. മതപ്പാടുള്ള മറ്റ് 12 ആനകൾക്ക് നീരിൽ നിന്ന് അഴിക്കുന്ന മുറയ്ക്ക് സുഖചികിത്സ തുടങ്ങും. ചാവക്കാട് എടക്കഴിയൂരിൽ വീട്ടിലെ കിളിക്കൂട്ടിൽ കയറിയ മൂർഖൻ പാമ്പ് 20 കിളികളെ ഭക്ഷിച്ചു. പാമ്പിനെ പിടികൂടിയത് സ്നേക്ക് ക്യാച്ചറെത്തി. വാർത്തകൾ വിശദമായി. 24 ലക്ഷത്തോളം വിദ്യാർത്ഥികളുടെ ഭാവി തുലാസിലാക്കുന്ന തട്ടിപ്പാണ് നീറ്റ് നെറ്റ് പരീക്ഷകളിൽ നടന്നതെന്ന് ഡിവൈഎഫ്ഐ സംസ്ഥാന പ്രസിഡന്റ് വി വസീഫ്. പരീക്ഷാ ക്രമക്കേടിനെതിരെ പാലക്കാട് ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് ഡിവൈഎഫ്ഐ നടത്തിയ മാർച്ച് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു വി വസീഫ്. രാജ്യത്തെ മെഡിക്കൽ രംഗം BJPയുടെ കൈപ്പിടിയിലൊതുക്കാനുള്ള തന്ത്രപരമായ തട്ടിപ്പാണ് നടന്നതെന്ന് വസീഫ് ആരോപിച്ചു. 24 ലക്ഷത്തോളം വരുന്ന വിദ്യാർത്ഥികളുടെ ഭാവി തുലാസിലാക്കുന്ന തട്ടിപ്പാണ് നീറ്റ് നെറ്റ് പരീക്ഷകളിൽ നടന്നത്. പരീക്ഷകളിൽ 1ാം റാങ്ക് നേടിയവർ BJP നേതാക്കളുടെ മക്കളും BJP ബന്ധമുള്ള പരിശീലന കേന്ദ്രങ്ങളിൽ പഠിച്ചവരുമാണ്. കോടികളുടെ അഴിമതി നടന്ന പരീക്ഷകളുടെ ചോദ്യപേപ്പറുകൾ ടെലിഗ്രാം ഉൾപ്പെടെയുള്ള സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചത് ഞെട്ടിക്കുന്നതാണ്. എല്ലാ അധികാര കേന്ദ്രങ്ങളുടെയും സർവാധികാരി തങ്ങളാണെന്ന കേന്ദ്ര സർക്കാർ നയത്തെ മാറ്റാൻ രാജ്യത്തെ പ്രതിപക്ഷത്തിന് ഇപ്പോൾ ശക്തിയുണ്ട്. ക്രമക്കേടുകളെ നിസ്സാരവൽക്കരിക്കാനും പ്രതികളെ രക്ഷപ്പെടുത്തുന്നതിൻ്റെയും ഭാഗമാണ് പ്രധാനമന്ത്രിയും വിദ്യാഭ്യാസ മന്ത്രിയും ലോക്സഭയിൽ പാലിച്ച നിശബ്ദതയെന്നും വി വസീഫ് പറഞ്ഞു. ഈ മാർക്കറ്റിൽ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നു BJP ഗവൺമെന്റ് എന്ന മാർക്കറ്റിൽ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നു. 2 സംശയമാണ് ഈ രാജ്യത്തെ ജനങ്ങൾ മുന്നോട്ട് വെക്കുന്നത്. അതൊന്ന്, ഈ രാജ്യത്ത് അഴിമതിക്ക് വേണ്ടി കൂട്ടുനിന്നു നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ഉൾപ്പെടെയുള്ള BJP സംവിധാനങ്ങൾ. അതോടൊപ്പം സ്വജനപക്ഷപാതം. ഇവർക്ക് BJP നേതാക്കന്മാർക്ക്, അവരുടെ മക്കൾക്ക്, അവരുടെ കുടുംബക്കാർക്കെല്ലാം രാജ്യത്തെ പ്രധാനപ്പെട്ട മെഡിക്കൽ സീറ്റുകളെല്ലാം കിട്ടുന്ന തരത്തിലേക്ക് ഈ പരീക്ഷാ സംവിധാനത്തെ ഇവർ മാറ്റി എന്നുള്ളതാ. അങ്ങനെ മാറ്റി എന്നുള്ളതാ പറയുന്നത്. എങ്ങനെയാണ് ഈ രാജ്യത്ത് ഈ ക്വസ്റ്റ്യൻ പേപ്പർ ചോർന്നത്? എങ്ങനെയാണ് ഈ ചോദ്യ പേപ്പറിൽ സുതാര്യത നഷ്ടപ്പെട്ടത്? ഡിവൈഎഫ്ഐ ജില്ലാ പ്രസിഡന്റ് R. ജയദേവൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി KP റിയാസുദ്ദീൻ, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ അഡ്വക്കേറ്റ് രൺദീഷ്, ഷക്കീർ, ശലീഷ, PV രതീഷ്, ഷിബി കൃഷ്ണ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ LDF സ്ഥാനാർത്ഥിയായി മത്സരിക്കാനില്ലെന്ന് വ്യക്തമാക്കി മുൻ MLA A.V. ഗോപിനാഥ്. കോൺഗ്രസുമായി സകല ബന്ധവും ഉപേക്ഷിച്ചതിനാലാവും
താൻ LDF സ്ഥാനാർത്ഥിയാകുമെന്ന വ്യാപക പ്രചരണം ഉയർന്നുവരുന്നതെന്നും അതിന് യാതൊരു അടിസ്ഥാനവുമില്ലെന്നും AV ഗോപിനാഥ് STV ന്യൂസിനോട് പറഞ്ഞു. പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ LDF സ്ഥാനാർത്ഥിയായി താൻ മത്സരിക്കാനില്ലെന്ന് വ്യക്തമാക്കി മുൻ MLAയും മുൻ DCC പ്രസിഡന്റും കോൺഗ്രസ് ബന്ധം ഉപേക്ഷിച്ച AV ഗോപിനാഥ് STV ന്യൂസിനോട് പറഞ്ഞു. തന്റെ ആരോഗ്യസ്ഥിതി മെച്ചപ്പെട്ടിട്ടില്ലെന്നും അത്തരം സാഹചര്യത്തിൽ ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് വലിയ പ്രയാസം സൃഷ്ടിക്കുമെന്നും ഗോപിനാഥ് വ്യക്തമാക്കി. അത് എനിക്ക് കഴിഞ്ഞില്ല, വലിയ ഗുരുതരമായ ഒരു പ്രശ്നമാണ്. അപ്പൊ അതുകൊണ്ട് ഒരു 6 മാസത്തെ കാര്യത്തിന്റെ വിശ്രമത്തിന് ശേഷം മാത്രമേ ഇനി ആക്റ്റീവ് ആവാൻ കഴിയൂ. അതുകൊണ്ട് മാത്രമാണ് ഞാൻ സ്ഥാനാർത്ഥി ആവാത്ത ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ UDFന് ജയപ്രതീക്ഷയുണ്ടോ എന്ന ചോദ്യത്തിന് കോൺഗ്രസുമായി സകല ബന്ധവും ഉപേക്ഷിച്ചതിനാൽ താനത് പറയുന്നത് ശരിയല്ലെന്നും ഗോപിനാഥ് പറഞ്ഞു. ഞാൻ കോൺഗ്രസ് പാർട്ടി വിട്ടിട്ട് അത്രയും മാസങ്ങളായി. അപ്പൊ അതിനെക്കുറിച്ച് പ്രതികരിക്കാൻ ഞാനില്ല, എനിക്ക് അറിയില്ല. കോൺഗ്രസിന്റെ എന്തിനെ കുറിച്ചും സ്പർശിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. തൃശൂരിൽ വിൽപ്പനയ്ക്കായി കൊണ്ടുവന്ന ബ്രൌൺ ഷുഗറുമായി അസം സ്വദേശി അറസ്റ്റിൽ. 24 വയസ്സുള്ള അസം ലഹരിഗഡ് സ്വദേശിയെയാണ് ഒല്ലൂർ പോലീസും സിറ്റി പോലീസ് കമ്മീഷണറുടെ ഡാൻസ് ഓഫ് ടീമും ചേർന്ന് പിടികൂടിയത്. ചെറിയ ബോട്ടിലുകളിലാക്കിയ നിലയിൽ 1.49 ഗ്രാം ബ്രൌൺ ഷുഗറും മയക്കുമരുന്ന് വിറ്റുകിട്ടിയ പണവും പോലീസ് പിടിച്ചെടുത്തു. ഒല്ലൂർ SI KC ബൈജു, സീനിയർ CPO ജയൻ, CPO വിനീത് എന്നിവർ ചേർന്നാണ് ഡാൻസ് ഓഫ് അംഗങ്ങൾക്കൊപ്പം പ്രതിയെ പിടികൂടിയത്. ചെറുതുരുത്തിയിൽ ലോറിക്ക് പിറകിൽ സ്വകാര്യ ബസ് ഇടിച്ച് അപകടം. ബസ് യാത്രക്കാർക്ക് പരിക്ക്. ചൊവ്വാഴ്ച രാവിലെ വെട്ടിക്കാട്ടിരി ജുമാ മസ്ജിദിന് സമീപത്തായിരുന്നു അപകടം. അപകടത്തിൽ ബസിന്റെയും ലോറിയുടെയും മുൻവശം പൂർണ്ണമായും തകർന്നു. യാത്രക്കാരുടെ പരിക്ക് ഗുരുതരമല്ല. ചൊവ്വാഴ്ച രാവിലെ 7:45 തൃശൂർ ഷൊർണൂർ സംസ്ഥാന പാതയിലെ വെട്ടിക്കാട്ടിരി ജുമാ മസ്ജിദിന് സമീപമായിരുന്നു അപകടം. ഷൊർണൂർ ഭാഗത്തേക്ക് പോകുകയായിരുന്ന ടോറസ് ലോറിയുടെ മുന്നിലുണ്ടായിരുന്ന വാഹനം പെട്ടെന്ന് ബ്രേക്ക് ഇട്ടതിനെ തുടർന്ന് ടോറസ് ലോറിയും ബ്രേക്കിടുകയും തൊട്ടുപിറകിലുണ്ടായിരുന്ന എറണാകുളത്ത് നിന്നും വരികയായിരുന്ന നാഷണൽ പെർമിറ്റ് ലോറി ഇതേ തുടർന്ന് ടോറസ് ലോറിയുടെ പിറകുവശത്തും തൃശൂരിൽ നിന്ന് ഒറ്റപ്പാലത്തേക്ക് വരികയായിരുന്ന സ്വകാര്യ ബസ് നാഷണൽ പെർമിറ്റ് ലോറിയുടെ പിറകുവശത്തും ഇടിക്കുകയായിരുന്നു. എറണാകുളത്ത് പിടിച്ച് കയറ്റി ഇങ്ങനെ മലപ്പുറത്തേക്ക് പോണ വഴിയായിരുന്നു. അപ്പോൾ ടാറ്റ ജംഗ്ഷനിൽ നിർത്തിയ ബസ് ആളിറക്കാൻ വേണ്ടി നിർത്തിയായിരുന്നു. അപ്പോൾ അതിനെ ഓവർടേക്ക് ചെയ്ത് ഒരു 5-6 ടിപ്പർ വണ്ടി ഫ്രണ്ടിൽ വന്നു. അപ്പോൾ അവർ ഫ്രണ്ടിൽ നിന്ന് ഒരു വണ്ടി കയറുന്നതുകൊണ്ട് അവർ പെട്ടെന്ന് നിർത്തിയായിരുന്നു. അപ്പോൾ അതിൻ്റെ ബാക്കിൽ കൊണ്ട് നിർത്തിയപ്പോൾ ടിപ്പറിൽ തൊട്ടടുത്ത് നിർത്തി. ബാക്കിൽ വന്ന ബസ് കുറച്ച് സ്പീഡിലാണ് തോന്നുന്നത്, അത് അടിച്ചു കയറി. അങ്ങനെ ലോറിൻ്റെ ബാക്കിൽ നമ്മൾ ജാമായി പോയി. ബസ്സിൻ്റെ ഫ്രണ്ട് ഗ്ലാസ്സൊക്കെ പൊട്ടി. കുറച്ച് യാത്രക്കാരൊക്കെ ഉണ്ടായിരുന്നു. കുറച്ച് പരിക്കോട് കൂടിയിട്ട് അത് ഹോസ്പിറ്റലിലൊക്കെ. ഇടിയുടെ ആഘാതത്തിൽ നാഷണൽ പെർമിറ്റ് ലോറിയുടെയും സ്വകാര്യ ബസിന്റെയും മുൻവശം പൂർണ്ണമായും തകർന്നു. യാത്രക്കാരുടെ പരിക്ക് ഗുരുതരമല്ല. ചെറുതുരുത്തി പോലീസ് സംഭവസ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. ഷൊർണൂർ കണ്ണൂർ റൂട്ടിൽ പുതിയ പാസഞ്ചർ ട്രെയിൻ അനുവദിച്ച കേന്ദ്ര സർക്കാരിനെ അഭിനന്ദിച്ച BJP ഷൊർണൂർ മുനിസിപ്പൽ കമ്മിറ്റി. ട്രെയിനിന് വൈകുന്നേരം 3:20 ഷൊർണൂർ ജംഗ്ഷനിൽ സ്വീകരണം നൽകി. മലബാറിലെ യാത്രാ ദുരിതത്തിന് പരിഹാരമായാണ് റെയിൽവേ പുതിയ പാസഞ്ചർ ട്രെയിൻ അനുവദിച്ചത്. മലബാർ മേഖലയിലെ യാത്രാക്ലേശത്തിന് വലിയ രീതിയിൽ പരിഹാരമാവുന്നതാണ് റെയിൽവേ അനുവദിച്ച പുതിയ പാസഞ്ചർ ട്രെയിൻ. 12 കോച്ചുകളുള്ള അൺറിസർവ്ഡ് പാസഞ്ചർ എക്സ്പ്രസ്സാണ് ചൊവ്വാഴ്ച സർവീസ് തുടങ്ങിയത്. ട്രെയിനിന്റെ ഷൊർണൂർ ജംഗ്ഷനിലെ ഫ്ളാഗ് ഓഫ് വൈകുന്നേരം 3:20 നടന്നു. യാത്രക്കാർക്ക് പുറമെ നിരവധി BJP പ്രവർത്തകരും ട്രെയിനിന് വരവേൽപ്പൊരുക്കാൻ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരുന്നു. സാധാരണ യാത്രക്കാർക്കായി പാസഞ്ചർ ട്രെയിൻ അനുവദിച്ച കേന്ദ്ര സർക്കാരിനെ അഭിവാദ്യമറിയിക്കുന്നതായി BJP ഷൊർണൂർ മുനിസിപ്പൽ കമ്മിറ്റി വ്യക്തമാക്കി. യുവമോർച്ച സംസ്ഥാന വൈസ് പ്രസിഡന്റ് EP നന്ദകുമാറിന്റെ നേതൃത്വത്തിലായിരുന്നു സ്വീകരണം. മലബാർ മേഖലയിലെ യാത്രക്കാരുടെ വലിയൊരു യാത്രാ ദുരിതത്തിന് ഇന്ന് പരിസമാപ്തി ഉണ്ടായിരിക്കുകയാണ്. മലബാറിലെ യാത്രാക്ലേശം കഴിഞ്ഞ കുറച്ച് നാളുകളായി പല മാധ്യമങ്ങളിൽ വന്നിരുന്നു. അത് കേന്ദ്ര സർക്കാരിൻ്റെ മുൻപിലെത്തുകയും അതിന് യുദ്ധകാലാടിസ്ഥാനത്തിൽ അതിനൊരു പരിഹാരം കണ്ടെത്തിയിരിക്കുകയാണ്. ഷൊർണൂർ മുതൽ കണ്ണൂർ വരെ സാധാരണക്കാരനെ ചേർത്ത് പിടിച്ചുകൊണ്ട് പുതിയ ഒരു പാസഞ്ചർ ട്രെയിൻ, സ്പെഷ്യൽ ട്രെയിന് കേന്ദ്ര സർക്കാർ അനുവദിച്ചു. ഇന്ന്
അതിൻ്റെ ഫ്ലാഗ് ഓഫ് ചെയ്തിരിക്കുകയാണ്. നമ്മുടെ ഇവിടെ മനസ്സിലാക്കേണ്ടത് ഇത്രയേറെ ജനപ്രതിനിധികൾ ഉണ്ടായിട്ടും മാധ്യമ വാർത്ത, ജനങ്ങളുടെ പരാതി അത് കൃത്യമായി കേന്ദ്ര സർക്കാരിൻ്റെ കൈകളിലെത്തിയ സമയത്ത് അതിന് കൃത്യമായ രീതിയിൽ ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ അവരെ ചേർത്ത് പിടിച്ചുകൊണ്ട്, കേരളത്തിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് വലിയ ഒരു പരിഹാരം കണ്ടെത്തിയിരിക്കുകയാണ്. ഇതിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് കഴിഞ്ഞ പതിറ്റാണ്ടുകളായി ഇന്ത്യ ഭരിച്ച ആളുകളുടെ ഭരണ സംവിധാനമല്ല. നരേന്ദ്രമോദി സർക്കാർ ഇന്ത്യ രാജ്യം ഭരിക്കുന്ന സമയം മുതൽ കഴിഞ്ഞ 10 വർഷക്കാലം പ്രത്യേകിച്ച് കേരളത്തിലെ റെയിൽ ഗതാഗതം കൃത്യമായ രീതിയിൽ എല്ലാ തരത്തിലുള്ള പ്രാധാന്യവും കേരളത്തിന് നൽകിയിട്ടുണ്ട്. BJP മണ്ഡലം സെക്രട്ടറി കെ പ്രസാദ്, കൗൺസിലർ ലേഖ രമേശ്, KR അശ്വതി, നിഷ ശശികുമാർ, സത്യൻ കണയം, ഗോപിനാഥ്, രാജേഷ് വെള്ളോത്ത് തുടങ്ങിയവർ പങ്കെടുത്തു. പുതിയ പാസഞ്ചർ ട്രെയിൻ രാവിലെ 8:10 കണ്ണൂരിൽ നിന്ന് പുറപ്പെട്ട് 9:45 കോഴിക്കോട്ടും ഉച്ചയ്ക്ക് 12:30 ഷൊർണൂരിലുമെത്തും. തിരികെ വൈകിട്ട് 3:40 പുറപ്പെട്ട് 5:30 കോഴിക്കോട്ടും രാത്രി 7:40 കണ്ണൂരിലുമെത്തും. ആദ്യഘട്ടത്തിൽ ആഴ്ചയിൽ 4 ദിവസമാണ് സർവീസ് എന്നാണ് റെയിൽവേ അറിയിച്ചിട്ടുള്ളത്. 5 ദിവസമായി ഉയർത്തുന്ന കാര്യം പരിഗണനയിലുണ്ടെന്നും റെയിൽവേ അധികൃതർ അറിയിച്ചിട്ടുണ്ട്. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ഗുരുവായൂരിൽ ഓടിക്കൊണ്ടിരുന്ന KSRTC ബസ്സിന് തീപിടിച്ചത് പരിഭ്രാന്തി പരത്തി. ഗുരുവായൂരിൽ നിന്ന് പാലക്കാട്ടേക്ക് പുറപ്പെട്ട ബസ്സിനാണ് തീപിടിച്ചത്. ആളപായമില്ല. മമ്മിയൂർ ക്ഷേത്രത്തിന് സമീപം രാവിലെ 11 മണിയോടെയാണ് സംഭവം. ഡിപ്പോയിൽ നിന്ന് ബസ് പുറപ്പെട്ടയുടൻ മുൻവശത്ത് പുക ഉയരുകയായിരുന്നു. മമ്മിയൂർ ക്ഷേത്രത്തിന് സമീപം എത്തിയതോടെ തീ ആളിക്കത്തി. എതിരെ വന്ന വാഹനയാത്രക്കാർ ബഹളം വച്ചതോടെയാണ് ബസ് നിർത്തിയത്. ഫയർഫോഴ്സ് എത്തുമ്പോഴേക്കും സമീപത്തെ കടകളിൽ നിന്ന് അഗ്നിശമന ഉപകരണങ്ങൾ കൊണ്ടുവന്ന് തീയണച്ചു. യാത്രക്കാരെ മറ്റൊരു ബസ്സിൽ കയറ്റിവിട്ടു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ഷൊർണൂർ കുളപ്പള്ളി പാതയിൽ ടെക്നിക്കൽ ഹൈസ്കൂളിനു സമീപത്തെ ഗർത്തം അപകടക്കിണിയാകുന്നു. കഴിഞ്ഞ രാത്രി ഈ ഭാഗത്ത് വീണ്ടും അപകടമുണ്ടായി. കുഴി കണ്ട് ബ്രേക്ക് ചെയ്ത കാറിനു പിറകിൽ മറ്റൊരു കാർ ഇടിക്കുകയായിരുന്നു. നേരത്തെ നഗരസഭയിലെ വനിതാ കൌൺസിലർക്ക് ഈ ഭാഗത്ത് വീണ് പരിക്കേറ്റതിനെ തുടർന്ന് PWD അധികൃതർ താൽക്കാലികമായി കുഴി അടച്ചിരുന്നെങ്കിലും മഴ ശക്തമായതോടെ വീണ്ടും ഗർത്തം രൂപപ്പെടുകയായിരുന്നു. എറണാകുളത്ത് നിന്ന് വീട്ടിലേക്ക് മടങ്ങുകയായിരുന്ന ചളവറ സ്വദേശി അഭിലാഷിന്റെ ഓൾട്ടോ കാറും ചെറുതുരുത്തിയിൽ നിന്ന് കുളപ്പുള്ളിയിലേക്ക് വരികയായിരുന്ന കൂറ്റനാട് സ്വദേശി ഷൌക്കത്തിന്റെ ഇൻഡിഗോ കാറുമാണ് അപകടത്തിൽപ്പെട്ടത്. ടെക്നിക്കൽ ഹൈസ്കൂളിന് മുന്നിലെ കുഴി പെട്ടെന്നാണ് മുന്നിൽ പോയ വാഹനത്തിന്റെ ഡ്രൈവറുടെ ശ്രദ്ധയിൽപ്പെട്ടത്. വാഹനം ബ്രേക്ക് ചെയ്തതോടെ പിറകെ വന്ന ആൾട്ടോ കാർ ഇൻഡിഗോ കാറിന്റെ പിറകിലിടിക്കുകയായിരുന്നു. ആൾട്ടോ കാറിന്റെ എയർ ബാഗ് പുറത്തുവന്ന് അഭിലാഷിന്റെ നെഞ്ചിൽ പതിച്ചു. തലചുറ്റി വീണ ഇയാളെ വാണിയംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചു. ടെക്നിക്കൽ ഹൈസ്കൂളിന് മുന്നിലെ വലിയ ഗർത്തം ഏതാനും നാളുകളായി അപകട ഭീഷണി ഉയർത്തുകയാണ്. ആഴ്ചകൾക്ക് മുമ്പാണ് സ്കൂളിന് മുന്നിലുള്ള കുഴിയിൽ ഇരുചക്ര വാഹനം വീണ് ഷൊർണൂർ നഗരസഭയിലെ വനിതാ കൗൺസിലർക്ക് പരിക്കേറ്റത്. സംഭവത്തെ തുടർന്ന് താൽക്കാലികമായി ക്വാറി വേസ്റ്റിട്ട് PWD അധികൃതർ കുഴിയടച്ചിരുന്നു. എന്നാൽ മഴ വന്നതോടെ ക്വാറി വേസ്റ്റ് പുറത്തേക്ക് നീങ്ങി വീണ്ടും വൻ ഗർത്തം രൂപപ്പെട്ടിരിക്കുകയാണ്. ക്വാറി വേസ്റ്റ് അവശിഷ്ടങ്ങൾ പാതയിൽ ചിതറിക്കിടക്കുന്നതും അപകട ഭീഷണിയാകുന്നു. അപകടങ്ങൾ തുടർക്കഥയാകുമ്പോഴും പ്രശ്നപരിഹാരത്തിന് അധികൃതർ നടപടി സ്വീകരിക്കുന്നില്ലെന്ന ആക്ഷേപം ശക്തമാണ്. വിദ്യാലയത്തിന് മുന്നിലായതിനാൽ വിദ്യാർത്ഥികൾക്കും വലിയ ഗർത്തങ്ങൾ വൻ ഭീഷണിയാണ്. എത്രയും വേഗം റോഡിലെ കുഴിയടയ്ക്കാൻ നടപടിയുണ്ടാകണമെന്ന് ജനങ്ങൾ ആവശ്യപ്പെട്ടു. ഷൊർണൂർ മുതൽ ചെറുതുരുത്തി പാലം വരെ റോഡ് തകർച്ചയിലാണ്. ന്യൂസ് സെന്റർ, ഷൊർണൂർ. കണ്ണിയമ്പുറം പനമണ്ണ റോഡിലെ തോട്ടുപാലം അപകടാവസ്ഥയിൽ. പാലത്തിന്റെ തകർന്ന കൈവരികൾ വാഹന ഗതാഗതത്തിന് അപകട ഭീഷണിയാകുന്നുണ്ട്. കണ്ണിയമ്പുറം പനമണ്ണ റോഡിലെ തോട്ടുപാലത്തിന്റെ അപകടാവസ്ഥ വാഹനങ്ങൾക്ക് ഭീഷണിയായി മാറുകയാണ്. കഴിഞ്ഞ ദിവസം കാർ അപകടത്തിൽപ്പെട്ടിരുന്നു. തലനാരിഴയ്ക്കാണ് യാത്രക്കാർ രക്ഷപ്പെട്ടത്. കണ്ണിയമ്പുറം തോടിനു കുറുകെയുള്ള പാലമാണിത്. അരനൂറ്റാണ്ടിലേറെ പഴക്കമുണ്ട്. പാലത്തിന്റെ കൈവരികൾ തകർന്നതുമൂലം വലിയ അപകട ഭീഷണിയാണ് നിലനിൽക്കുന്നത്. കോൺക്രീറ്റ് കാലിൽ സ്ഥാപിച്ച ഇരുമ്പ് കൈവരികൾ തുരുമ്പെടുത്തും മറ്റും നശിച്ച നിലയിലാണ്. കോൺക്രീറ്റ് കാലുകളും തകർന്നിട്ടുണ്ട്. കഴിഞ്ഞ രാത്രിയിൽ പാലത്തിൽ വെച്ച് കാർ അപകടത്തിൽപ്പെട്ട് ഏറെ നേരം ഗതാഗതം തടസ്സപ്പെട്ടിരുന്നു. നാട്ടുകാർ ചേർന്ന് ഏറെ നേരത്തെ പരിശ്രമത്തിലൂടെയാണ് കാർ ഇവിടെ നിന്ന് നീക്കിയത്. പാലം കുറേ കാലങ്ങളായിട്ടുള്ളതാണ്. അതിപ്പോൾ ഓരോ വണ്ടി വരുമ്പോഴും വൈബ്രേഷൻ വരുന്നുണ്ട്, പാലത്തിന് ജർക്കിങ് അടിക്കുന്നുണ്ട്.
ഇപ്പോൾ ഈ പൊന്ത കാരണം വരുമ്പോൾ ആ സൈഡ് വരുമ്പോൾ ഒരു വണ്ടി വരുമ്പോൾ സൈഡ് കൊടുക്കുമ്പോൾ അവൻ അറിയാതെ ആ സൈഡിൽ എടുത്തു, അങ്ങനെ പോയിട്ട് അതിലിടിച്ചു. ആ പാലത്തിൻ്റെ പില്ലറിലും പില്ലറിടിച്ചിട്ട് വണ്ടി ഡാമേജ് ആയി. വണ്ടിയുടെ ഫ്രണ്ട് സൈഡ് മുഴുവൻ നല്ല കാലത്തിന് തോട്ടിലേക്ക് വീണില്ല. ഇരുവശങ്ങളിലൂടെയും വാഹനങ്ങൾ വന്നാൽ അപകടം ഉറപ്പാണെന്ന സ്ഥിതിയാണിവിടെ. പാലത്തിൻ്റെ വീതി കുറവാണ് അപകടങ്ങൾക്ക് പ്രധാന കാരണം. പാലത്തിൻ്റെ അടിവശത്തെ കോൺക്രീറ്റ് പാളികൾ അടർന്നു വീണ് ഇരുമ്പ് കമ്പികൾ പുറത്തു കാണുന്ന സ്ഥിതിയുമുണ്ട്. തോടിൻ്റെ സംരക്ഷണ ഭിത്തിയും ഇടിഞ്ഞ നിലയിലാണ്. പുതിയ പാലം നിർമ്മിക്കുന്നതിന് നഗരസഭ ബജറ്റിൽ 50 ലക്ഷം രൂപ നീക്കിവെച്ചിരുന്നു. എന്നാൽ നവീകരണത്തിന് കൂടുതൽ ഫണ്ട് വേണ്ടിവരുമെന്നതിനാൽ സർക്കാരിനെ സമീപിക്കാനാണ് നഗരസഭാ അധികൃതരുടെ തീരുമാനം. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. പട്ടാമ്പി നഗരസഭയുടെ ഹരിതകർമ്മസേന ഇനി പുതിയ കാൽവെപ്പിലേക്ക്. ഹരിതകർമ്മസേനയുടെ ഉൽപ്പന്നമായ നിള ജൈവവളം നഗരസഭ പുറത്തിറക്കി. ഹരിതകർമ്മസേന വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നും ശേഖരിക്കുന്ന മാലിന്യങ്ങളാണ് വളമാക്കി വിപണിയിലെത്തിക്കുന്നത്. വിതരണോദ്ഘാടനം നഗരസഭാ ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടി നിർവഹിച്ചു. പട്ടാമ്പി നഗരസഭയുടെ ഹരിതകർമ്മസേന ഇനി പുതിയ കാൽവെപ്പിലേക്ക്. ഹരിതകർമ്മസേന ഉൽപ്പന്നമായ നിള എന്ന പേരിലുള്ള ജൈവവളം പുറത്തിറക്കി. ഹരിതകർമ്മസേന വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നും ശേഖരിക്കുന്ന മാലിന്യങ്ങൾ ശങ്കരമംഗലത്തെ മാലിന്യ പ്ലാന്റിൽ എത്തിച്ച ശേഷം യന്ത്രസഹായത്തോടെയാണ് ജൈവവളമാക്കി മാറ്റി വിപണിയിലെത്തിക്കുന്നത്. എല്ലാ ക്വാളിറ്റി ടെസ്റ്റും കഴിഞ്ഞതിനു ശേഷമാണ് ഇവ പുറത്തിറക്കുന്നത്. കിലോയ്ക്ക് 15 രൂപ നിരക്കിൽ 5 കിലോ 10 കിലോ പാക്കറ്റുകളാണ് വിപണിയിലെത്തിക്കുന്നത്. വളം എല്ലാ കൃഷിരീതിക്കും ഉപയോഗിക്കാവുന്നതാണ്. നഗരസഭാ അങ്കണത്തിൽ നടന്ന ചടങ്ങിൽ ജൈവവള വിതരണോദ്ഘാടനം നഗരസഭാ ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടി നിർവഹിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി വിജയകുമാറിന് ആദ്യ പാക്കറ്റ് നൽകിയാണ് വിതരണോദ്ഘാടനം നടന്നത്. ജൈവവളമായി നമ്മളത് വിപണിയിൽ ഇറക്കുകയാണ്. എല്ലാ ക്വാളിറ്റി ടെസ്റ്റും കഴിഞ്ഞതിന് ശേഷമാണ് ഈ വളം നിള എന്ന പേരിൽ വിപണിയിലേക്ക് ഇറക്കുന്നത്. 5 കിലോൻ്റെ പാക്കറ്റും 10 കിലോൻ്റെ പാക്കറ്റുകളുമായി കിലോയ്ക്ക് 15 രൂപ നിരക്കിലാണ് നമ്മൾ ഇത് വിതരണം നടത്തുന്നത്. ഇത് കൂടുതൽ വിപണനത്തിന് തയ്യാറാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഹരിതകർമ്മസേന അംഗങ്ങളുടെ നമ്മൾ ഈ ഭരണസമിതി നിലവിൽ വരുമ്പോൾ അവരുടെ ശമ്പളം പോലും ലഭിക്കാതിരുന്ന ഒരു കാലഘട്ടമായിരുന്നുണ്ടായിരുന്നത്. ഇന്ന് അതിൽ നിന്നൊക്കെ മാറി അവർക്ക് കൃത്യമായി എല്ലാ മാസവും ഒരു നിശ്ചിത സംഖ്യ അവർക്ക് അവരുടെ അക്കൗണ്ടിൽ എത്തിച്ചേരുന്നുണ്ട്. ചടങ്ങിൽ വൈസ് ചെയർമാൻ ടി പി ഷാജി അധ്യക്ഷനായി. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ ടി റുക്കിയ, കെ രാജൻ മാസ്റ്റർ, സി എ റാസി, സെക്രട്ടറി ബ്ലസി സെബാസ്റ്റ്യൻ, ആരോഗ്യ വിഭാഗം ക്ലീൻ സിറ്റി മാനേജർ സുബ്രഹ്മണ്യൻ തുടങ്ങിയവർ സംസാരിച്ചു. ശുചിത്വ മിഷൻ, KSWMP എന്നിവയുടെ ധനസഹായവും സാങ്കേതിക സഹായത്തോടെയുമാണ് വളം നിർമ്മാണം. കൂടുതൽ വളം വിപണനത്തിനായി തയ്യാറാക്കിയിട്ടുണ്ടെന്ന് നഗരസഭ അധികൃതർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. ഭരണാധികാരികൾ പ്രജാപതികളാകുന്ന കാലത്ത് ഒ വി വിജയന്റെ രാഷ്ട്രീയ സാംസ്കാരിക ദർശനങ്ങൾ പുനർവായനയ്ക്കും ചർച്ചയ്ക്കും വിധേയമാക്കണമെന്ന് നോവലിസ്റ്റ് ബെന്യാമിൻ. തസ്രാക്കിൽ ഒ വി വിജയൻ സ്മാരക സമിതി സംഘടിപ്പിച്ച ഒ വി വിജയൻ 95ാം ജന്മദിനാഘോഷം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. മലയാള സാഹിത്യത്തിലെ ഇതിഹാസ ചക്രവർത്തിയാണ് ഒ വി വിജയൻ. മാധ്യമപ്രവർത്തനത്തിൻ്റെയും വരയുടെയും അനുഭവ സമ്പത്ത് വരികളിലേക്ക് സന്നിവേശിപ്പിച്ച എഴുത്തുകാരനാണ് അദ്ദേഹം. അധികാര കേന്ദ്രങ്ങൾക്കെതിരെ വരിയും വരയും ആയുധമാക്കിയ ഒ വി വിജയൻ ഗ്രാമീണ ജീവിതങ്ങളെയും സൗന്ദര്യത്തെയും നിരീക്ഷിക്കുകയും താലോലിക്കുകയും ചെയ്തിരുന്നു. വിജയൻ്റെ കാലത്തിനു മുമ്പേ സഞ്ചരിച്ച രചനകളാണ് സാഹിത്യലോകത്ത് വേറിട്ട് നിൽക്കുന്നതെന്നും ബെന്യാമിൻ ചൂണ്ടിക്കാട്ടി. വിജയനെ വീണ്ടും വായിക്കുക എന്ന് പറയുന്ന ഒരു അവസരം കൂടി. അങ്ങനെ നോക്കുമ്പോൾ വിജയന്റെ 3 ദൗർബല്യങ്ങളിൽ ഒന്നാമത്തെ ദൗർബല്യമായി എനിക്ക് തോന്നിയിട്ടുള്ളത് അദ്ദേഹത്തിന് അന്ധമായ ജൂതപക്ഷപാതിത്വം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. നമുക്കറിയാം, ഒരുപക്ഷെ 2ാം ലോകമഹായുദ്ധവും ഹിറ്റ്ലറുടെ ക്രൂരതയും ഓഷ്വിറ്റ്സിന്റെ ചരിത്രവും ഒക്കെ അറിയാവുന്ന ഏതൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അക്കാലത്ത് ജൂതപക്ഷപാതിയായി തീരുക എന്ന് പറയുന്നത് മനുഷ്യത്വത്തിന്റെ ഭാഗമായിരുന്നു എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അതുകൊണ്ടാണ് ഒരുപക്ഷെ ഇസ്രയേൽ എന്ന് പറയുന്ന ഒരു രാജ്യം 1948 രൂപവത്കരിക്കുമ്പോൾ ആരും അതിനെ എതിർക്കാതിരുന്നത്. അത് ആ ജനതയോട് തോന്നിയ ഒരു സ്നേഹത്തിന്റെ സൗജന്യത്തിന്റെ ഭാഗമായിട്ടാണ് ലോക ജനത അത് അംഗീകരിച്ചു കൊടുത്തത് എന്ന് എനിക്ക് തോന്നുകയാണ്. പക്ഷെ അതിനുശേഷമുള്ള ആ രാഷ്ട്രത്തിന്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഒ വി വിജയന് ജൂതജനതയോട് ഉണ്ടായിരുന്ന സഹാനുഭൂതിയും സ്നേഹവും ഒന്നും ജൂതജനതയ്ക്ക് അപരജനതയോട് മറ്റുള്ളവർ ഉണ്ടായിരുന്നിട്ടില്ല എന്ന് നമുക്ക് കാണാൻ കഴിയും. സ്മാരക സമിതി ചെയർമാൻ ടി കെ നാരായണദാസ് അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി ടി ആർ അജയൻ,
ജ്യോതിഭായ് പരിയാടത്ത്, ആശാ മേനോൻ, എസ് ശാരദക്കുട്ടി, രാജീവ് മേനോൻ എന്നിവർ സംസാരിച്ചു. ചില്ലക്ഷരങ്ങൾ കൂട്ടിവായിക്കുമ്പോൾ എന്ന പേരിലാണ് OV വിജയൻ ജന്മദിനാഘോഷം സംഘടിപ്പിച്ചത്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പ് പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് തലത്തിൽ കർഷക സഭ സംഘടിപ്പിച്ചു. ഇതോടനുബന്ധിച്ച് ബ്ലോക്ക് തല ക്രോഡീകരണവും നടന്നു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാ മണികണ്ഠൻ സഭ ഉദ്ഘാടനം ചെയ്തു. കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പിന്റെ ആഭിമുഖ്യത്തിലാണ് പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് തലത്തിൽ കർഷക സഭ സംഘടിപ്പിച്ചത്. ഇതോടനുബന്ധിച്ച് ബ്ലോക്ക് തല ക്രോഡീകരണവും നടന്നു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാ മണികണ്ഠൻ സഭ ഉദ്ഘാടനം ചെയ്തു. എന്തായാലും പുതിയ തലമുറയ്ക്ക് ഇതിലേക്ക് ഇറങ്ങാതിരിക്കുന്നതും അതുകൊണ്ടൊക്കെ തന്നെയാണ്. കാരണം അവർ കാണുന്നതാണ് നമ്മുടെ പാടത്ത് കടം മേടിച്ചൊക്കെ കൃഷി പൂർവികരൊക്കെ നടത്തുമ്പോൾ അത് അത്രത്തോളം വിജയിക്കുന്നില്ല എന്ന് അവരൊക്കെ കാണുന്നതുകൊണ്ടാണ് അതിലേക്കൊന്നും അവർ ഇറങ്ങാത്തത്. അപ്പം അതിനൊക്കെ ഒരു പ്രതീതി ഉണ്ടാവണം. അപ്പം എന്തായാലും നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ ഇന്ന് നമുക്ക് മുന്നാകെ അവതരിപ്പിച്ചുകൊണ്ട് അതിനൊക്കെ ഒരു പ്രതിനിധി നമുക്ക് കണ്ടെത്തണം. വൈസ് പ്രസിഡന്റ് കെ റഷീദ് അധ്യക്ഷനായി. മൂതല കൃഷി ഓഫീസർ വിഷയാവതരണം നടത്തി. പട്ടാമ്പി നഗരസഭാ ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടി, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ MK മുഹമ്മദ്, ഷഫീന ഷുക്കൂർ, P പ്രസന്ന, K ബിന്ദു, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ T ഉണ്ണികൃഷ്ണൻ, K ആനന്ദവല്ലി, V രമണി, കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ K വൃന്ദ, പട്ടാമ്പി കൃഷി ഓഫീസർ MS സൂര്യ എന്നിവർ സംസാരിച്ചു. കൃഷിഭവനുകൾ മുഖേന തിരഞ്ഞെടുക്കപ്പെട്ട കർഷകരും പാടശേഖര സമിതി അംഗങ്ങളുമാണ് കർഷക സഭയിൽ പങ്കെടുത്തത്. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. ഫോട്ടോഗ്രാഫി മേഖലയെ സംരക്ഷിക്കുന്നതിന് സർക്കാർ ഒരു നടപടിയും സ്വീകരിക്കുന്നില്ലെന്ന് AKPA സംസ്ഥാന വൈസ് പ്രസിഡന്റ് മുദ്ര ഗോപി. പാലക്കാട് ക്ഷേമനിധി ഓഫീസിന് മുന്നിൽ ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ നടത്തിയ ധർണ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുദ്ര ഗോപി. തൊഴിൽ ആനുകൂല്യ സംവിധാനങ്ങളിൽ നിന്ന് ഫോട്ടോഗ്രാഫർമാരെ തഴയുകയാണ്. ഇതിൽ നിന്ന് സർക്കാർ പിന്മാറണമെന്ന് മുദ്ര ഗോപി ആവശ്യപ്പെട്ടു. ക്ഷേമനിധി, ഇൻഷുറൻസ് എന്നിവയുടെ കാര്യത്തിൽ വലിയ അവഗണനയാണ് നേരിടുന്നത്. സ്വകാര്യ വ്യക്തികൾ ഫോട്ടോഗ്രാഫി മേഖലയിലേക്ക് കടന്നുവരുന്നത് പ്രൊഫഷണൽമാരുടെ തൊഴിൽ സാധ്യതകൾ ഇല്ലാതാക്കുകയാണെന്നും മുദ്ര ഗോപി പറഞ്ഞു. ക്ഷേമനിധിയിലേക്ക് ബന്ധപ്പെട്ട യാതൊരുവിധ ആനുകൂല്യങ്ങളും വർദ്ധിപ്പിച്ചിട്ടില്ല എന്നുള്ളത് ഖേദകരമാണ്. തീർച്ചയായിട്ടും നമ്മൾ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്, ക്ഷേമനിധിയുടെ അംശാദായം വർദ്ധിപ്പിച്ചുകൊണ്ട് ഈ ക്ഷേമനിധിയിൽ ചേർന്ന ആളുകൾക്ക് ആനുകൂല്യങ്ങൾ കൃത്യമായും അല്ലെങ്കിൽ അവർക്ക് പര്യാപ്തമായ രീതിയിൽ വിതരണം ചെയ്യണമെന്ന്. പക്ഷേ തുക വർദ്ധിപ്പിച്ചു, അതേസമയം തന്നെ അതിനോട് ബന്ധപ്പെട്ടുള്ള ആനുകൂല്യങ്ങളിൽ യാതൊരു വർധനവും ഏർപ്പെടുത്താൻ ഗവൺമെന്റ് തയ്യാറായിട്ടില്ല എന്നുള്ളത് വളരെ ഖേദകരമായ കാര്യമാണ്. AKPA ജില്ലാ പ്രസിഡന്റ് ജയറാം വാഴക്കുന്നം അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി പ്രകാശ് സൂര്യ, സിറാജ്, ഉണ്ണി ഡിസയർ, രതീഷ് എടത്തറ, ലത്തീഫ് ഒറ്റപ്പാലം, ബഷീർ, സുകുമാരൻ വർണ്ണം, സുധീർ താണാവ് എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പെൻഷൻ തുകയും ചികിത്സാ സഹായവും വർദ്ധിപ്പിക്കണമെന്നതുൾപ്പെടെ 12 ആവശ്യങ്ങൾ ഉന്നയിച്ച് ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ ജില്ലാ കമ്മിറ്റി തൃശൂർ ജില്ലാ ക്ഷേമനിധി ഓഫീസിലേക്ക് മാർച്ച് നടത്തി. മാർച്ചിന് ശേഷം നടന്ന ധർണ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി തൃശൂർ ജില്ലാ ജനറൽ സെക്രട്ടറി NR വിനോദ് കുമാർ ഉദ്ഘാടനം ചെയ്തു. പെൻഷൻ തുക 5000 രൂപയായി വർദ്ധിപ്പിക്കുക, ചികിത്സാ സഹായം 50,000 രൂപയാക്കി വർദ്ധിപ്പിക്കുക, വിദ്യാഭ്യാസ ബോർഡ് തുക വർദ്ധിപ്പിക്കുക, ക്ഷേമനിധി ബോർഡിൽ AKPA അംഗത്തെ ഉൾപ്പെടുത്തുക, ക്ഷേമനിധി ഓഫീസിൽ ടോൾ ഫ്രീ നമ്പർ നടപ്പിലാക്കുക തുടങ്ങി 12 ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ തൃശൂർ ജില്ലാ കമ്മിറ്റി തൃശൂർ ജില്ലാ ക്ഷേമനിധി ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത്. 14 മേഖലകളിൽ നിന്നായി സ്ത്രീകൾ ഉൾപ്പെടെ നിരവധി ഫോട്ടോഗ്രാഫർമാർ പങ്കെടുത്തു. ജില്ലാ ക്ഷേമനിധി ഓഫീസ് പരിസരത്ത് നിന്ന് തുടങ്ങിയ പ്രകടനം ഓഫീസിനു മുന്നിൽ സമാപിച്ചു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി തൃശൂർ ജില്ലാ ജനറൽ സെക്രട്ടറി NR വിനോദ് കുമാർ ധർണ ഉദ്ഘാടനം ചെയ്തു. അംശാദായം അടച്ച് 17 വർഷക്കാലം മുമ്പ് ഫിക്സ് ചെയ്തിട്ടുള്ള നമ്മുടെ ആനുകൂല്യങ്ങൾ എന്ത് വേണം? ഇപ്പോ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലെ MLA-മാർക്കും മന്ത്രിമാർക്കും ഒക്കെ അവർക്കൊക്കെ പെൻഷനും അതുപോലെ തന്നെ അവരുടെ അലവൻസും ബേസിക് സാലറിയിലും വൻ വർധനവ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഏത് സമയത്താണ് പ്രഖ്യാപനം ഉണ്ടായിട്ടുള്ളത്? ഏറ്റവും പ്രയാസപ്പെട്ട് നിൽക്കുന്ന സാമ്പത്തികാവസ്ഥ ഉണ്ട് എന്ന് സർക്കാർ പറയുന്നിടത്താ.
AKPA തൃശൂർ ജില്ലാ പ്രസിഡന്റ് അനിൽ തുമ്പയിൽ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന പ്രസിഡന്റ് AC ജോൺസൺ മുഖ്യപ്രഭാഷണം നടത്തി. സംസ്ഥാന ഫോട്ടോ ക്ലബ്ബ് ചെയർമാൻ CG ടൈറ്റസ്, സംസ്ഥാന ഇൻഷുറൻസ് ചെയർമാൻ സജീവ് വസതിനി, സംസ്ഥാന കമ്മിറ്റി അംഗം KK മധുസൂദനൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. ജില്ലാ സെക്രട്ടറി PV ഷിബു സ്വാഗതവും ക്ഷേമനിധി ജില്ലാ കോർഡിനേറ്റർ സജു താര നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ഹജ്ജ് തീർത്ഥാടനത്തിന് പോയ വിദ്യാർത്ഥിനിക്ക് കോളേജിൽ ഹൈക്കോടതി ഉത്തരവിലൂടെ അഡ്മിഷൻ. ഈസ്റ്റ് ഒറ്റപ്പാലം വലിയമ്പാടി വീട്ടിൽ സൽവയ്ക്കാണ് BA ഇംഗ്ലീഷ് ബിരുദ കോഴ്സിൽ ഒറ്റപ്പാലം NSS കോളേജിൽ അഡ്മിഷൻ ലഭിച്ചത്. കോളേജ് പ്രവേശനത്തിനുള്ള കൂടിക്കാഴ്ചയ്ക്ക് വിദ്യാർത്ഥി നേരിട്ട് ഹാജരാകണമെന്ന് കോളേജ് പ്രിൻസിപ്പാൾ സാങ്കേതിക തടസ്സം ഉന്നയിച്ചതോടെയാണ് കുടുംബം കോടതിയെ സമീപിച്ചത്. രക്ഷിതാക്കളായ അബ്ബാസ് സിദ്ദിഖ്, ഫാത്തിമത്ത് സുഹറ എന്നിവർക്കൊപ്പം സൽവ ജൂൺ 4-നാണ് ഹജ്ജിന് യാത്ര തിരിച്ചത്. ഈ മാസം 18-നാണ് നാട്ടിൽ തിരിച്ചെത്തുക. ചൊവ്വാഴ്ചയായിരുന്നു കൂടിക്കാഴ്ച. ഹൈക്കോടതിയെ സമീപിച്ചതിനെ തുടർന്ന് ഓൺലൈനിലൂടെ ഇൻ്റർവ്യൂ നടത്താൻ ഉത്തരവിടുകയായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ പ്രിൻസിപ്പാൾ ഓൺലൈനിലൂടെ ഇൻ്റർവ്യൂ നടത്തി അഡ്മിഷൻ നൽകുകയായിരുന്നുവെന്ന് പ്രവേശന നടപടികൾക്ക് ഹാജരായ പിതൃസഹോദരൻ സെയ്ദ് മുഹമ്മദ് പറഞ്ഞു. കുട്ടി ജൂൺ 5-ാം തീയതി ഗവൺമെൻറ് കോട്ടയിൽ ഹജ്ജിന് പോയി. അതിനിടയിലാണ് ഇവിടെ കുട്ടിക്ക് നമ്മൾ ഇതാണ് ഇവിടെ കൊടുത്തിരുന്നത്, NS കോളേജ് കൊടുത്തിരുന്നത്. അപ്പോൾ ഈ ജൂലൈ 2-ാം തീയതിക്കാകുമ്പോൾ ജോയിൻ ചെയ്തിരുന്ന സീറ്റ് പോകും. അപ്പോൾ ഇവിടെ വന്ന് നമ്മൾ അന്വേഷിച്ചപ്പോൾ ഗവൺമെൻറ് വന്നപ്പോൾ പറഞ്ഞു ഒരു കുട്ടി ഇല്ലാതെ ഒരിക്കലും കഴിയില്ല എന്നുള്ള തടസ്സവാദം പറഞ്ഞു. പിന്നെ അതിനുള്ള മാർഗം എന്നുള്ള നമ്മൾ കോടതിയിൽ പോയിട്ട് അതിനുള്ള ഓർഡർ വാങ്ങിച്ചു പോകും. ഒറ്റപ്പാലം LSN ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് 92% മാർക്കോടെയാണ് സൽവ +2 പാസ്സായത്. മെറിറ്റ് ലിസ്റ്റിലായിരുന്നു സെൽവ ഉൾപ്പെട്ടിരുന്നത്. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. ഗുരുവായൂർ ദേവസ്വത്തിന്റെ ആനകൾക്ക് ഇനി സുഖചികിത്സാകാലം. ചിട്ടയായ മരുന്നുകളും ഭക്ഷണക്രമവുമെല്ലാമായി ദേവസ്വത്തിന്റെ 26 ആനകൾക്കാണ് സുഖചികിത്സ ആരംഭിച്ചത്. ജൂലൈ 30 വരെയാണ് സുഖചികിത്സ. ആനകളുടെ ആരോഗ്യ സംരക്ഷണവും ഒപ്പം ശരീരപുഷ്ടിയും ലക്ഷ്യമിട്ടാണ് സുഖചികിത്സ നൽകുന്നത്. ഇതിനായി സമീകൃത ആഹാരമാണ് നൽകുക. 12 ആനകൾ മദപ്പാടിലാണ്. നീരിൽ നിന്നും അഴിക്കുന്ന മുറയ്ക്ക് അവയ്ക്കും സുഖചികിത്സ നൽകും. ചികിത്സയ്ക്കായി 11 ലക്ഷം രൂപയുടെ എസ്റ്റിമേറ്റ് ദേവസ്വം ഭരണസമിതി അംഗീകരിച്ചിട്ടുണ്ട്. 3420 കിലോഗ്രാം അരി, 1140 കിലോ ചെറുപയർ, റാഗി, 114 കിലോ മഞ്ഞൾപ്പൊടി എന്നിവയ്ക്ക് പുറമെ അഷ്ടചൂർണം, ചവനപ്രാശം, അയൺ ടോണിക്, ധാതുലവണങ്ങൾ, വിരമരുന്ന് തുടങ്ങിയവയാണ് സുഖചികിത്സാ കാലത്ത് ആനകൾക്ക് നൽകുക. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ഋതിക്കിന്റെ ആത്മധൈര്യത്തിന് മുന്നിൽ സല്യൂട്ടുമായി KSEB ഉദ്യോഗസ്ഥർ. അപകട സാധ്യത മുന്നിൽ കണ്ട് കൃത്യസമയത്ത് KSEBയെ വിവരമറിയിച്ച പത്തിരിപ്പാല പേരൂർ ASB സ്കൂളിലെ 2ാം ക്ലാസ് വിദ്യാർത്ഥിയായ ഋതിക്കിന്റെ സമയോചിത ഇടപെടലിൽ വലിയ ദുരന്തം തന്നെ ഒഴിവാക്കാനായ ആശ്വാസത്തിലാണ് പ്രദേശവാസികളും KSEB അധികൃതരും. കഴിഞ്ഞ ദിവസം കളി കഴിഞ്ഞ് കൂട്ടുകാരുമൊത്ത് സൈക്കിളിൽ വീട്ടിലേക്ക് മടങ്ങുമ്പോഴാണ് വഴിയിൽ വൈദ്യുതി പോസ്റ്റ് മുറിഞ്ഞു വീഴാറായി നിൽക്കുന്നത് ഋതിക്കിന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. ഉടൻ തന്നെ വീട്ടിലെത്തി വിവരം രക്ഷിതാക്കളെ അറിയിക്കുകയും രക്ഷിതാക്കൾ പത്തിരിപ്പാല KSEB അറിയിക്കുകയുമായിരുന്നു. വിവരമറിഞ്ഞ് KSEB ജീവനക്കാർ എത്തിയെങ്കിലും പൊട്ടിയ ലൈനിൽ വൈദ്യുതി ഉണ്ടായിരുന്നു. തുടർന്ന് വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചു. പലരും ഈ വഴി കടന്നുപോയെങ്കിലും ആരും തന്നെ ഇക്കാര്യം ശ്രദ്ധിച്ചിരുന്നില്ല. കുട്ടിയുടെ ആത്മധൈര്യത്തെക്കുറിച്ച് KSEB AE പ്രേംകുമാറാണ് വിവരം സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പങ്കുവച്ചത്. തുടർന്ന് ഋതിക്കിനെ ചൊവ്വാഴ്ച രാവിലെ സ്കൂൾ അസംബ്ലിയിൽ വെച്ച് KSEB ജീവനക്കാർ ആദരിച്ചു. ചടങ്ങിൽ സ്കൂൾ പ്രധാനാധ്യാപിക പ്രീതി അധ്യക്ഷയായി. ആദരിക്കൽ ചടങ്ങിൽ AE പ്രേംകുമാർ ഉപഹാരം നൽകി. സ്കൂളുകളിൽ നിന്ന് തന്നെയാണ് വൈദ്യുതി സുരക്ഷ തുടങ്ങുന്നത്. അതിന്റെ ഒരു മകുടോദാഹരണമായി ഉണ്ടായേക്കാവുന്ന വലിയൊരു അപകടം ഈ സുരക്ഷാ വാരത്തിൽ തന്നെ ആ കുട്ടി നെക്സ്റ്റ് കാണിച്ചു തരികയും അതിനുവേണ്ട പരിഹാര നടപടികൾ സ്വീകരിക്കുകയും ചെയ്തു എന്നുകൂടി പറയുന്നത് വളരെയധികം അഭിമാനമുണ്ട്, സന്തോഷമുണ്ട്. അസിസ്റ്റന്റ് എഞ്ചിനീയർ അബ്ദുൽ ഷുക്കൂർ സമ്മാനം നൽകി. സബ് എഞ്ചിനീയർ ഉദയകുമാർ, മണികണ്ഠൻ, ശാസ്തകുമാരൻ, ജീവനക്കാരായ പ്രദീപ്, സജീവ് കുമാർ, CV വിനോദ് കുമാർ, TB നാസർ, സുനീർ, ബാബു രാമകൃഷ്ണൻ തുടങ്ങിയവരും പ്രധാനാധ്യാപിക പ്രീതി, UP രവി, സുപ്രിയ, ദീപ സുനിൽ, ഋതിക്കിന്റെ മാതാവ് അഞ്ജലി, സ്കൂൾ അധ്യാപകൻ സൈദലവി തുടങ്ങിയവരും പങ്കെടുത്തു. പേരൂർ നടക്കാവിൽ വീട്ടിൽ PS ഉണ്ണികൃഷ്ണന്റെ മകനാണ് ഋതിക്. സ്കൂൾ അധികൃതരും കുട്ടിയെ അസംബ്ലിയിൽ വെച്ച് ആദരിച്ചു.
മാസങ്ങൾക്ക് മുൻപ് സ്കൂളിൽ നടന്ന KCBയുടെ സുരക്ഷാ ക്ലാസ്സാണ് ഇതിന് തന്നെ പ്രേരിപ്പിച്ചതെന്ന് ഋതിക് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. ചാവക്കാട് എടക്കഴിയൂരിൽ വീട്ടിൽ കയറിയ മൂർഖൻ പാമ്പ് 20 കിളികളെ ഭക്ഷിച്ചു. സ്നേക്ക് ക്യാച്ചർ എടക്കഴിയൂർ സ്വദേശി വീരാൻകുട്ടി പള്ളിപ്പറമ്പിലെത്തിയാണ് പാമ്പിനെ പിടികൂടിയത്. എടക്കഴിയൂർ ജുമാഅത്ത് പള്ളിക്ക് കിഴക്ക് വശത്തുള്ള യൂസഫിന്റെ വീട്ടിലെ കിളിക്കൂട്ടിൽ നിന്നാണ് മൂർഖൻ പാമ്പിനെ പിടികൂടിയത്. കിളിക്കൂട്ടിൽ നിന്ന് കിളികളുടെ കരച്ചിൽ കേട്ടതിനെ തുടർന്ന് വീട്ടുകാർ ശ്രദ്ധിച്ചപ്പോഴാണ് കൂട്ടിൽ മൂർഖൻ പാമ്പിനെ കണ്ടത്. 27 കിളികൾ കൂട്ടിലുണ്ടായിരുന്നു. ഇതിൽ 20 കിളികളെയും മൂർഖൻ അകത്താക്കിയിരുന്നു. ഉടൻ തന്നെ വീട്ടുകാർ സ്നേക്ക് ക്യാച്ചർ എടക്കഴിയൂർ സ്വദേശി വീരാൻകുട്ടി പള്ളിപ്പറമ്പിലിനെ വിവരമറിയിച്ചു. വീരാൻകുട്ടി സ്ഥലത്തെത്തിയാണ് മൂർഖൻ പാമ്പിനെ പിടികൂടിയത്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ഷൊർണൂർ നഗരമധ്യത്തിൽ റോഡരികിൽ ജല അതോറിറ്റിയുടെ പൈപ്പ് പൊട്ടി വെള്ളം പാഴാകുന്നു. ഷൊർണൂർ സഹകരണ ബാങ്കിന്റെ എതിർവശത്തായി വ്യാപാര സ്ഥാപനങ്ങളുടെ സമീപത്ത് സ്ഥിതി ചെയ്യുന്ന കാനയ്ക്കുൾവശത്തെ പൈപ്പാണ് വെള്ളം പാഴാകാൻ തുടങ്ങി 2 ആഴ്ച പിന്നിട്ടിട്ടും യാതൊരു നടപടിയുമാവാതെ കിടക്കുന്നത്. 1 മാസം മുമ്പ് സമാന രീതിയിൽ വെള്ളം പാഴാകുന്ന സാഹചര്യമുണ്ടായപ്പോൾ STV ന്യൂസ് നൽകിയ വാർത്തയെ തുടർന്ന് ജല അതോറിറ്റി അധികൃതർ പ്രശ്നം പരിഹരിച്ചിരുന്നുവെങ്കിലും പൈപ്പിന്റെ സാങ്കേതിക തകരാർ നീക്കം ചെയ്ത നടപടി കാര്യക്ഷമമായില്ലെന്നാണ് നാട്ടുകാർ പറയുന്നത്. 2 ആഴ്ചയായി പഴയ പൈപ്പിൽ നിന്ന് വെള്ളം പോയിക്കൊണ്ടിരിക്കുന്നു. ഇതിന് മുമ്പ് ഒരു കമ്പ് വെച്ച് അടച്ചിട്ടുണ്ടായി. അപ്പം അത് പോയി. ആ കമ്പ് പോയത് കൊണ്ടായിരിക്കും ഇത് പോകണമെന്ന് വിചാരിക്കും. നികുതി കുടിശ്ശിക കുറച്ചു കൊണ്ടുവരുന്നതിനായി സർക്കാർ സ്വീകരിച്ച മാർഗങ്ങളെക്കുറിച്ച് അഡ്വക്കേറ്റ് പ്രേംകുമാർ MLA 15ാം കേരള നിയമസഭയുടെ 11ാം സമ്മേളനത്തിൽ സബ്മിഷൻ ഉന്നയിച്ചു. നികുതി പിരിച്ചെടുക്കാനുള്ള പ്രവർത്തനം സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഊർജിതമായി തുടരുന്നുണ്ടെന്നും ഇതിന്റെ ഭാഗമായി കൃത്യമായി നികുതി അടയ്ക്കാത്ത 25ഓളം ബാറുകൾക്കെതിരെ നടപടി സ്വീകരിച്ചിട്ടുണ്ടെന്നും ധനമന്ത്രി KN ബാലഗോപാൽ സഭയെ അറിയിച്ചു. സർ, തനത് നികുതി വരുമാനം വർദ്ധിപ്പിക്കുന്നതിൽ ശ്രദ്ധേയമായ നടപടികളാണ് കേരളത്തിൽ ധനകാര്യ വകുപ്പ് പൊതുവിൽ സ്വീകരിക്കുന്നത്. എങ്കിലും ധാരാളം പേരിൽ നിന്ന് സർക്കാരിലേക്ക് ലഭിക്കേണ്ട നികുതി അത് ലഭ്യമാക്കുന്നതിന് നികുതി കുടിശ്ശിക കുറച്ചു കൊണ്ടുവരുന്നതിന് സർക്കാർ വേണ്ടത്ര ഇടപെടുന്നുണ്ടോ? എന്തെല്ലാം നടപടികളാണ് ആ കാര്യത്തിൽ സ്വീകരിച്ചിട്ടുള്ളത്? നിരവധി ആളുകളിൽ നിന്ന് സർക്കാരിലേക്ക് ലഭിക്കുന്ന നികുതി അത് കൃത്യമായി ലഭ്യമാക്കുന്നതിനും നികുതി കുടിശ്ശിക കുറച്ചു കൊണ്ടുവരുന്നതിനുമായി സർക്കാരിന്റെ ഭാഗത്തുനിന്ന് എന്തെല്ലാം നടപടികളാണ് സ്വീകരിച്ചു വരുന്നതെന്ന് അഡ്വക്കേറ്റ് പ്രേംകുമാർ MLA 15ാം കേരള നിയമസഭയുടെ 11ാം സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. ബാറുകൾ കൃത്യമായി നികുതി അടയ്ക്കാത്തത് മൂലം 25ഓളം ബാറുടമകളുടെ ലൈസൻസ് ക്യാൻസൽ ചെയ്തെന്നും നികുതി അടയ്ക്കാത്തവരിൽ നിന്നും ഇതുവരെ 13.6 കോടി രൂപയോളം ഈടാക്കിയിട്ടുണ്ടെന്നും ധനമന്ത്രി ബാലഗോപാൽ സഭയെ അറിയിച്ചു. നികുതി പിരിക്കാനായി സർക്കാരിന്റെ ഭാഗത്തു നിന്നുമുള്ള ശ്രമം ഊർജിതമായി വരികയാണെന്നും പ്രേംകുമാർ MLAയുടെ സബ്മിഷന് മറുപടിയായി മന്ത്രി സഭയെ അറിയിച്ചു. STV ന്യൂസ് ഡെസ്ക്. പാലക്കാട് KSRTC ബസ് സ്റ്റാൻഡിലെ ടോയ്ലറ്റ് പൊതുജനങ്ങൾക്ക് തുറന്നു കൊടുക്കാത്തതിനെതിരെ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം. നിയോജകമണ്ഡലം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ KSRTC അസിസ്റ്റന്റ് ട്രാൻസ്പോർട്ട് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. KSRTC സ്റ്റാൻഡിലെ ടോയ്ലറ്റ് തുറന്നു കൊടുക്കാത്തത് സ്ത്രീകൾ ഉൾപ്പെടെയുള്ള യാത്രക്കാർക്ക് ഏറെ പ്രയാസം സൃഷ്ടിക്കുന്നുണ്ടെന്ന് സമരത്തിന് നേതൃത്വം നൽകിയ യൂത്ത് കോൺഗ്രസ് നിയോജകമണ്ഡലം പ്രസിഡന്റ് PS വിപിൻ ചൂണ്ടിക്കാട്ടി. ബസ് സ്റ്റാൻഡ് ഉൾപ്പെടെ പൊതു ഇടങ്ങൾ ജനകീയ സൗഹൃദമാക്കണമെന്ന നയത്തിന് വിരുദ്ധമായാണ് KSRTC അധികൃതർ പ്രവർത്തിക്കുന്നത്. ജനദ്രോഹ നയം തിരുത്തിയില്ലെങ്കിൽ സമരം ശക്തമാക്കുമെന്നും യൂത്ത് കോൺഗ്രസ് നേതാക്കൾ മുന്നറിയിപ്പ് നൽകി. ഇവിടുത്തെ കടകൾക്ക് ലൈസൻസ് ഇല്ലാത്ത വിഷയമൊക്കെ നിരന്തരമായി നടന്നുകൊണ്ടിരിക്കുന്നത് കുറേ ആയി. നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം അതല്ല. നമുക്ക് ഇങ്ങനെ ഒരു കോംപ്ലക്സിനകത്ത് ടോയ്ലറ്റ് ബിൽഡിംഗ് ഉണ്ട്, ടോയ്ലറ്റിന്റെ റൂമുകളുണ്ട്. അത് പ്രവർത്തിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കേണ്ടത് ആരാണ്? ഇവിടുത്തെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പ്രതീഷ് മാധവൻ, ജില്ലാ ഭാരവാഹികളായ രതീഷ് പുതുശ്ശേരി, സതീഷ് തിരുവാലത്തൂർ, നിയോജകമണ്ഡലം ഭാരവാഹികളായ പൂവക്കോട് സജീവ്, നിഷാദ് കിണാശ്ശേരി, M സമീർ, പരപ്പന കലാധരൻ, ആഷിഖ്, ഷൗക്കത്ത് എന്നിവർ സമരത്തിൽ പങ്കെടുത്തു. 15 ദിവസത്തിനുള്ളിൽ ടോയ്ലറ്റ് യാത്രക്കാർക്ക് തുറന്നുകൊടുക്കുമെന്ന ഉറപ്പിനെ തുടർന്നാണ് പ്രതിഷേധ സമരം അവസാനിപ്പിച്ചത്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പെരുമുടിയൂർ ഗവൺമെന്റ് ഓറിയന്റൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഭക്ഷ്യമേള സംഘടിപ്പിച്ചു. സ്കൂൾ HM നസീർ ഹുസൈൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. പെരുമുടിയൂർ ഗവൺമെന്റ് ഓറിയന്റൽ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ പാഠഭാഗത്തിന്റെ ഭാഗമായി ഭക്ഷ്യമേള സംഘടിപ്പിച്ചത്. കുട്ടികൾ വിവിധ ഇനം
നാടൻ ഭക്ഷണ വിഭവങ്ങൾ ഉണ്ടാക്കി പ്രദർശിപ്പിച്ചു. പ്രദർശനത്തിനെക്കുറിച്ച് സ്കൂൾ അധ്യാപകൻ തടം പരമേശ്വരൻ ആമുഖ പ്രഭാഷണം നടത്തി. സ്കൂൾ എച്ച്എം നസീർ ഹുസൈൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. എം സഫിയ, പി ശ്രുതി തുടങ്ങിയവരും സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ വട്ടാമ്പി. മാത്തൂർ ഗ്രാമപഞ്ചായത്തിൽ കുടുംബശ്രീ അംഗങ്ങൾക്കുള്ള മുട്ടക്കോഴിയും കൂടും വിതരണം ചെയ്തു. ചടങ്ങിൽ വെച്ച് അരങ്ങ് 2024 സംസ്ഥാനതല വിജയികളെ ആദരിച്ചു. പരിപാടി കുഴൽമന്നം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ടി കെ ദേവദാസ് ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ വെച്ച് കുടുംബശ്രീ അംഗങ്ങൾക്ക് 20 മുട്ടക്കോഴികളും 2 അറകളുള്ള കൂടുമാണ് വിതരണം ചെയ്തത്. പഞ്ചായത്തിലെ കുടുംബശ്രീ ഹാളിൽ നടന്ന വിതരണ ചടങ്ങിൽ പഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജയശ്രീ അധ്യക്ഷയായി. ജില്ലാ പഞ്ചായത്ത് അംഗം അഭിലാഷ് തച്ചങ്കാട്, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ രാധാകൃഷ്ണൻ, നിഷ, ഷാഹിദ ശിവൻ, മഹേഷ്, ഗോപി, പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി സൗമ്യ, കുടുംബശ്രീ സംസ്ഥാന റിസോഴ്സ് പേഴ്സൺ റുമാന, കുടുംബശ്രീ വൈസ് ചെയർപേഴ്സൺ ബിന്ദു തുടങ്ങിയവർ സംസാരിച്ചു. മാത്തൂർ കുടുംബശ്രീ ചെയർപേഴ്സൺ ശാന്ത നാരായണൻ സ്വാഗതം പറഞ്ഞ പരിപാടിയിൽ CDS അംഗം നസീമ യൂസഫ് നന്ദി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ കോട്ടായി. പ്രധാന വാർത്തകൾ വീണ്ടും. 24 ലക്ഷത്തോളം വിദ്യാർത്ഥികളുടെ ഭാവി തുലാസിലാക്കുന്ന തട്ടിപ്പാണ് നീറ്റ് നെറ്റ് പരീക്ഷകളിൽ നടന്നതെന്ന് ഡിവൈഎഫ്ഐ സംസ്ഥാന പ്രസിഡന്റ് വി വസീഫ്. പരീക്ഷാ ക്രമക്കേട് അന്വേഷിക്കണമെന്നും കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ട് പാലക്കാട് ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് ഡിവൈഎഫ്ഐ മാർച്ച്. കേന്ദ്ര സർക്കാരിന്റെ അധികാരധാർഷ്ട്യത്തെ ചോദ്യം ചെയ്യാനുള്ള കരുത്ത് ഇന്ന് രാജ്യത്തെ പ്രതിപക്ഷത്തിനുണ്ടെന്നും വി വസീഫ്. നിലപാട് വ്യക്തമാക്കി AV ഗോപിനാഥ്. പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ LDF സ്ഥാനാർത്ഥിയായി മത്സരിക്കാനില്ല. കോൺഗ്രസുമായുള്ള എല്ലാ ബന്ധവും ഉപേക്ഷിച്ചതുകൊണ്ടാണ് താൻ സ്ഥാനാർത്ഥിയാകുമെന്ന പ്രചരണം വ്യാപകമാകുന്നതെന്നും ഈ പ്രചരണം അടിസ്ഥാനരഹിതമെന്നും AV ഗോപിനാഥ്. മലബാറിലെ യാത്രാ ദുരിതത്തിന് പരിഹാരമായി കണ്ണൂർ ഷൊർണൂർ റൂട്ടിൽ റെയിൽവേ അനുവദിച്ച പുതിയ പാസഞ്ചർ ട്രെയിൻ സർവീസ് തുടങ്ങി. ട്രെയിൻ അനുവദിച്ച കേന്ദ്ര സർക്കാരിന് അഭിവാദ്യമർപ്പിച്ച് BJP. ഷൊർണൂർ ജംഗ്ഷനിൽ ട്രെയിനിന് BJP മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്വീകരണം. 12 കോച്ചുകളുള്ള അൺറിസർവ്ഡ് പാസഞ്ചർ എക്സ്പ്രസ് ആദ്യഘട്ടത്തിൽ സർവീസ് നടത്തുക. ആഴ്ചയിൽ 4 ദിവസം. പെൻഷൻ തുകയും ചികിത്സാ സഹായവും വർദ്ധിപ്പിക്കണമെന്നതുൾപ്പെടെ 12 ആവശ്യങ്ങൾ ഉന്നയിച്ച് ജില്ലാ കേന്ദ്രങ്ങളിൽ ഫോട്ടോഗ്രാഫർമാരുടെ പ്രതിഷേധം. പാലക്കാട്, തൃശൂർ ജില്ലാ ക്ഷേമനിധി ഓഫീസുകളിലേക്ക് മാർച്ചും ധർണയും. സമരം ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ നേതൃത്വത്തിൽ. ഫോട്ടോഗ്രാഫി മേഖലയുടെ സംരക്ഷണത്തിനായി സർക്കാർ ഒരു നടപടിയും സ്വീകരിക്കുന്നില്ലെന്ന് AKPA സംസ്ഥാന വൈസ് പ്രസിഡന്റ് മുദ്ര ഗോപി. ഭരണാധികാരികൾ പ്രജാപതികളാകുന്ന കാലത്ത് OV വിജയന്റെ രാഷ്ട്രീയ സാംസ്കാരിക ദർശനങ്ങൾ പുനർവായനയ്ക്കും ചർച്ചയ്ക്കും വിധേയമാക്കണമെന്ന് നോവലിസ്റ്റ് ബെന്യാമിൻ. വിജയൻ മലയാള സാഹിത്യത്തിലെ ഇതിഹാസ ചക്രവർത്തിയെന്നും ബെന്യാമിൻ. തസ്രാക്കിൽ OV വിജയൻ ജന്മദിനാഘോഷം. 95ാം ജന്മദിനാഘോഷം OV വിജയൻ സ്മാരക സമിതിയുടെ നേതൃത്വത്തിൽ. മാലിന്യ നിർമ്മാർജ്ജനത്തിൽ പുത്തൻ കാൽവെപ്പുമായി പട്ടാമ്പി നഗരസഭ ഹരിതകർമ്മസേന. ഹരിതകർമ്മസേനയുടെ ഉൽപ്പന്നമായ നിള ജൈവവളം പുറത്തിറക്കി. വളമാക്കി വിപണിയിലെത്തിക്കുന്നത് കർമ്മസേന വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്ന് ശേഖരിക്കുന്ന മാലിന്യം. ഗുരുവായൂർ ദേവസ്വത്തിന്റെ ആനകൾക്ക് ഇനി സുഖചികിത്സാ കാലം. 26 ആനകൾക്ക് ചികിത്സ ആരംഭിച്ചു. മതപ്പാടുള്ള മറ്റ് 12 ആനകൾക്ക് നീരിൽ നിന്ന് അഴിക്കുന്ന മുറയ്ക്ക് സുഖചികിത്സ തുടങ്ങും. ചാവക്കാട് എടക്കഴിയൂരിൽ വീട്ടിലെ കിളിക്കൂട്ടിൽ കയറിയ മൂർഖൻ പാമ്പ് 20 കിളികളെ ഭക്ഷിച്ചു. പാമ്പിനെ പിടികൂടിയത് സ്നേക്ക് ക്യാച്ചറെത്തി. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.